Welcome back to Generous Media. Again, not for a review, but for my opinion about a movie, Kangua, which directed by Shiva. അന്നത്തെ മൂവിക്ക് ശേഷം ശിവയുടെ ഡയറക്ഷനിൽ സൂര്യ, ബോബി ഡിയോൾ അവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളിലാക്കിയിട്ട് ഇന്ന് റിലീസായിട്ടുള്ള പടമാണ് കങ്കുവ. എടുത്തു പറയാനുള്ളത് സൂര്യയുടെ ആ ഒരു ക്യാരക്ടർ സ്വാഗ്, ആ ഒരു പരിപാടി തന്നെയായിരുന്നു. സൂര്യയുടെ 200% സൂര്യ ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സൂര്യ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നും വേണമെങ്കിൽ പറയാം. സൂര്യയുടെയും ബോബി ഡിയോളിൻ്റെയും ആ ഒരു ക്യാരക്ടർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കഥാപാത്രങ്ങൾക്കൊന്നും ആ ഒരു ഡെപ്ത് എനിക്ക് ഫീൽ ചെയ്തില്ല. അതിൽ നായിക എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ അങ്ങനെ വന്നു പോകുന്നുണ്ടായിരുന്നു എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും ഉള്ള പോലെ എനിക്ക് തോന്നിയില്ല. ഒരു പടമല്ലേ, ഒരു നായിക വേണ്ടേ, അതുകൊണ്ടൊരു നായിക ഇട്ടേക്കാം എന്നുള്ള പോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ അടുത്ത പാർട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കാം, അറിഞ്ഞുകൂടാ. പിന്നെ ഇതിൻ്റെ 3D അത്യാവശ്യം നല്ലതായിരുന്നു. അത്യാവശ്യം കാണാൻ രസമുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് തോന്നുന്നു ഇത് 3D ആണല്ലോ, എന്തെങ്കിലും കൂടെ കയ്യിൽ നിന്നിട്ടേക്കാം. അങ്ങനെ തോന്നുമ്പോൾ അവർ കുറച്ച് ജംപ്സ് പോലുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ക്യാമറയിലേക്ക് ഇങ്ങനെ വാരി ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്യാവശ്യം നന്നായി ചെയ്തു വെച്ചിരിക്കുന്നവർക്ക് കൊളവാക്കുന്ന പോലെ എനിക്ക് തോന്നി. അതിൻ്റെ VFX ചില ഭാഗങ്ങളിലൊക്കെ നല്ല വൃത്തിക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില ഭാഗങ്ങളിൽ അതിനെ പറയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ കുറച്ച് എന്തൊക്കെ ചില ഭാഗങ്ങളിൽ മാത്രം ഒരു പോരായ്മയും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് വെട്രി പളനിസ്വാമി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മ്യൂസിക് DSPയുടെ മാക്സിമം DSPയും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഫീൽ ചെയ്യുന്നത് അതിൻ്റെ സെക്കൻഡ് ഹാഫിലും ഒക്കെ. പാൻ ഇന്ത്യൻ ലെവലിൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പടത്തിൽ സ്ഥലത്തിൻ്റെ പേരെഴുതി കാണിക്കുന്നതൊക്കെ തമിഴിൽ മാത്രമേ എഴുതി കാണിക്കുന്നുള്ളൂ. അത് ഈ പടത്തിൽ മാത്രമല്ല, വേറെ ചില പടങ്ങളിലും ചില തമിഴ് പടങ്ങളിലും അങ്ങനെ തന്നെയാണ് കാണാറ്. അത് ഒന്ന് ഇംഗ്ലീഷിലും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ സോഷ്യൽ മീഡിയ ഹൈപ്പും അമിത പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പോയിരുന്ന് കാണുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വരേണ്ട ഒരു പടമായിരുന്നു. എനിക്ക് കുറച്ച് പ്രതീക്ഷയോടെ ഉള്ളത് കൊണ്ടായിരിക്കാം ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ലാഗ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതേപോലെ സെക്കൻഡ് ഹാഫിൽ അത് മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലൊക്കെ DSPയുടെ മ്യൂസിക് അതുകൊണ്ടുകൂടെയാണ് അത് കുറച്ചും കൂടെ ബെറ്ററായി വന്നിട്ടുള്ളത്. സൂര്യയുടെ ചില സ്വാഗും കാര്യങ്ങളൊക്കെ മ്യൂസിക്കും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞതൊക്കെ എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. നിങ്ങൾ പലരും പടം കണ്ടിട്ടുണ്ടാവും. കണ്ടവർ അവരുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് കൊടുക്കുക. കാണാത്തവർക്ക് അത് ഉപകരിക്കും. അവർ ഇത് നോക്കിയിട്ട് കാണണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.